സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇസബല്ലയുടെ ആളുകൾ തന്നെ നന്ദനെ തട്ടിക്കൊണ്ടു പോകുന്ന എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും ഈ ഋഷിയും സിപിയും കൂടി പോയതിന് ശേഷം അരുന്ധതി അകത്തേക്ക് ചെന്നിട്ട് ഫോൺ എടുത്ത് ഇസബല്ലയ്ക്ക് വിളിക്കുന്നുണ്ട്. ഇസബല്ല ഫോൺ എടുത്തതും എന്താ മേഡം ഋഷി പോയോ എന്ന് ചോദിക്കുമ്പം ഇസബല്ല ഋഷി ഇവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞു, അധികം വൈകാതെ തന്നെ അവൻ എയർപോർട്ടിൽ നിന്ന് ദുബായിക്ക് പോകുന്നു. ആ സമയം ഇസബല്ല പറയുന്നുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ മേഡം എന്ന് പറയുമ്പം എന്ത് പ്രശ്നം, ഇനി ഒരു പ്രശ്നമല്ല, എൻ്റെ മോനെ കുരുക്കിന്ന് രക്ഷപ്പെട്ടു, ഇനി വരുന്നതെല്ലാം നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്തോളണം, ഇനി ഇതും പറഞ്ഞ് എന്നെ ശല്യം ചെയ്യാൻ നിൽക്കരുതെന്ന്. ആ സമയത്ത് ഇസബല്ലയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇസബല്ല ചോദിക്കുന്നുണ്ട് മേഡം എന്തൊക്കെയാണ് മേഡം ഈ പറയുന്നത്, ഞങ്ങൾക്കായിരുന്നില്ലല്ലോ നന്ദനോടും ചന്ദ്രോത്തുള്ളവരോടും ശത്രുത, മേഡത്തിനും മേഡത്തിൻ്റെ മകനും അല്ലായിരുന്നോ, നിങ്ങൾക്ക് കൂട്ടിന് ഞങ്ങൾ നിന്നെന്നല്ലേ ഉള്ളൂ, എന്നിട്ട് നിങ്ങളിപ്പോൾ അവസാനം ഞങ്ങളെ പ്രതിയാക്കണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആരെയും പ്രതിയാക്കണമെന്നൊന്നുമല്ല, എനിക്ക് എൻ്റെ മകൻ്റെ ജീവിതമാണ് വലുത്, അതുകൊണ്ട് ഞാൻ അവനെ ദുബായിക്ക് പറഞ്ഞു വിട്ടു, ഇനി അവന് നന്ദനുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല, അതുമാത്രമല്ല അധികം വൈകാതെ ഞാനും പോവും, അതോടുകൂടി ഞങ്ങളും ചന്ദ്രോത്തുകാരുമായിട്ടുള്ള എല്ലാ പ്രശ്നവും അവിടെ തീരും, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ തീർത്തോളണമെന്ന്. ആ സമയത്ത് ഇസബല്ല ദേഷ്യത്തോടുകൂടി ഫോൺ വെച്ചിട്ട് കെവിനെ വിളിക്കുന്നുണ്ട്. കെവിൻ വന്നതും എന്താ ബെല്ലാന്ന് ചോദിക്കുമ്പം നീ അറിഞ്ഞില്ലേ ആ അരുന്ധതി മേഡം എന്നെ വിളിച്ചിരുന്നു, എന്ത് പറ്റി ബെല്ല ഋഷി പോയില്ലേന്ന് ചോദിക്കുമ്പോൾ ഋഷി പോവുകയൊക്കെ ചെയ്തു, അത് കഴിഞ്ഞപ്പോഴല്ലേ അവരുടെ തനി സ്വരൂപം പുറത്തു വന്നത്, അവർ പറയുക 2 ആഴ്ച കഴിഞ്ഞാൽ അവരും ദുബായിക്ക് പോവും, പിന്നെ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും അവരെ അതിൽ ഇടപെടുത്തരുത്, അവർ ഇടപെടൂല, നമ്മൾ തന്നെ അത് കൈകാര്യം ചെയ്തോളണമെന്ന് അവർ പറഞ്ഞേന്ന്. ആ സമയത്ത് കെവിൻ പറയുന്നുണ്ട് ഇത് ഞാൻ ഊഹിച്ചതാ ബെല്ലാന്ന്. അന്നേരം ബെല്ല ചോദിക്കുന്നുണ്ട് എന്നിട്ട് എന്താ നീ പറയാതിരുന്നേന്ന് ചോദിക്കുമ്പം എനിക്ക് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അവരിങ്ങനെ എന്തോ പ്ലാൻ ചെയ്തിട്ടാണ് ഋഷിയെ പറഞ്ഞു വിടാൻ തയ്യാറായത്, ഇനിയിപ്പോൾ ചന്ദ്രോത്തുകാരുമായിട്ട് നമ്മൾ തന്നെ ഫൈറ്റിന് നിൽക്കണമല്ലോ. ആ സമയത്ത് ഇസബല്ല പറയുന്നുണ്ട് അതിന് അവരങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ച് നമ്മൾ തോക്കാനൊന്നും പോണില്ല, അധികം വൈകാതെ തന്നെ നമ്മൾ നന്ദനെ കണ്ടെത്തും, അതിനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ട്. അന്നേരം കെവിനാണെങ്കിൽ ഒന്നും മനസ്സിലാവാത്ത പോലെ ഈ ഇസബല്ലയെ നോക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇസബല്ലയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ഫോൺ എടുത്തതും എന്താ എടോ നന്ദനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ മേഡം നന്ദൻ ഇവിടെ ഒരു വീട്ടിലുണ്ട്, അതെങ്ങനെയാണ് തനിക്ക് മനസ്സിലായെന്ന് ചോദിക്കുമ്പം ഈ ഭിക്ഷക്കാരനെ പോലുള്ള അയാൾ ഈ ദേവികയും ഗിരീഷും പോയതിന് ശേഷം വീടിൻ്റെ അങ്ങോട്ട് വന്നതും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയാൻ കേട്ടോ. അയാൾ പതുങ്ങി വന്ന് നോക്കുമ്പം ഈ എസ്തപ്പാനൊക്കെ നിൽക്കണ കണ്ടിട്ട് അയാൾ വീണ്ടും തിരികെ പോകുന്നുണ്ട്. പിന്നീട് എസ്തപ്പാനൊക്കെ അകത്ത് കയറി വാതിലടച്ചതും ഇയാൾ പതിയെ നന്ദൻ കിടക്കണ റൂമിൻ്റെ അവിടെയൊക്കെ വന്ന് നോക്കിയിട്ട് ജനലേക്കൂടെ നോക്കുമ്പം നന്ദൻ റൂമിൽ കിടക്കുന്നത് കാണുന്നുണ്ട്. അങ്ങനെ എല്ലാ വിവരങ്ങളും ഈ ഇസബല്ലയോട് പറഞ്ഞതും ഇസബല്ല ചോദിക്കുന്നുണ്ട് ശരിക്കും അവിടെ ദേവികയും ഗിരീഷുമാണോ കൊടുന്ന് നന്ദനെ ആക്കിയെന്ന് വയ്ക്കുമ്പം അതെനിക്കറിയില്ല മേഡം, എന്തായാലും ദേവിക 1-2 പ്രാവശ്യം ഇവിടെ വന്നിട്ട് പോകണം ഞാൻ കണ്ടു, ഇന്ന് വന്ന ആളുടെ കൂടെയല്ല കഴിഞ്ഞ പ്രാവശ്യം വന്നത് ഡ്രൈവറാണെന്ന് തോന്നണമെന്ന് പറയുമ്പോൾ എന്നാൽ അത് ആ മുരളി ആയിരിക്കും, എന്തായാലും തനിക്ക് ഉറപ്പാലോ അല്ലേ എന്ന് പറയുമ്പോൾ ഉറപ്പാ മേഡം അയാൾ ഇവിടെ തന്നെയുണ്ട്, അവർ തന്നെ അയാളെ മാറ്റിയേക്കണേന്ന്. സമയത്ത് ഇസബല്ല പറയുന്നുണ്ട് എന്തായാലും താൻ അവിടെ തന്നെ നിൽക്ക്, നന്ദന അവിടെ നിന്ന് എവിടെയെങ്കിലും പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണമെന്ന്. പിന്നീട് ഫോൺ വെച്ചിട്ട് കെവിനോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഇപ്പോൾ എന്തായി കെവിൻ, നീയല്ലേ പറഞ്ഞത് ചന്ദ്രോത്തുള്ളവരുടെ അറിവോടെ അല്ല നന്ദൻ മാറി നിൽക്കണേന്ന്, ഇപ്പോൾ എങ്ങനെയുണ്ട് ചന്ദ്രോത്തുള്ളവർ തന്നെ നന്ദനെ മാറ്റി നിർത്തിയേക്കണേ, പ്രത്യേകിച്ച് ആ ദേവികയെ അപ്പം മുതൽ ഞാൻ സംശയിച്ചതാ, അപ്പം നിനക്കായിരുന്നു ദേവികയെ വിശ്വാസം, ഇപ്പം എങ്ങനെയുണ്ട് നന്ദനെ ദേവികയും ഗിരീഷും എല്ലാവരും ചേർന്ന് എവിടെയോ മാറ്റി നിർത്തിയേക്കണേ, അതെവിടെയാണെന്ന് അറിയോ ബെല്ലാന്ന് വയ്ക്കുമ്പം സ്ഥലമൊക്കെ അയാൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, എന്തായാലും നമ്മളുടെ ടീം അധികം വൈകാതെ തന്നെ അവിടെ ചെന്ന് നന്ദനെ പൊക്കിക്കോളൂന്ന്. അന്നേരം കെവിൻ ചോദിക്കുന്നുണ്ട് അത് വലിയ പ്രശ്നമാവില്ലേ ബെല്ല, നന്ദനെ പൊക്കിയിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയണതനുസരിച്ച് നന്ദൻ നിന്നാൽ അവനെ നമ്മളൊന്നും ചെയ്യില്ല, ഇല്ലെങ്കിൽ ഞാൻ അവനെ തീർത്ത് കളയുന്നു. അത് കേട്ടതും കെവിന് ചെറിയ പേടിയൊക്കെ ആവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികയും ഗിരീഷും തിരിച്ചു വരുന്ന വഴിക്ക് ഗിരീഷാണെങ്കിൽ ദേവികയോട് പറയുന്നുണ്ട് എനിക്ക് ദേവികയോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പം എന്താ ഗിരീഷേട്ടാ, നന്ദുവിൻ്റെ കാര്യമാണെങ്കിൽ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട, എന്തായാലും ഞാനിപ്പോൾ നന്ദുവിൻ്റെ കൂടെ നിൽക്കുന്നത് ഈ ആപത്തിൽ നിന്നും നന്ദുവിനെയും ചന്ദ്രോത്തുള്ളവരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രം, അല്ലാതെ നന്ദുമായിട്ട് മുന്നോട്ടൊരു ജീവിതമൊന്നും ഞാൻ ആഗ്രഹിക്കണില്ല. ആ സമയത്ത് ഗിരി പറയുന്നുണ്ട് ഞാൻ ദേവികയെ നിർബന്ധിക്കുകയൊന്നും കരുതരുത്, നന്ദന് സംഭവിച്ചതിലൊക്കെ നല്ല വിഷമമുണ്ട്, പിന്നെ അറിയാലോ അന്നത്തെ ആ സാഹചര്യം കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണെന്നാണ് നന്ദൻ പറയണേ. പിന്നെ ഇസബല്ലയും നന്ദനുമായിട്ട് യാതൊരു ബന്ധമില്ലാന്ന് അവനെന്നോട് ആണയിട്ട് പറഞ്ഞു, അതുകൊണ്ട് ദേവികയ്ക്ക് ഒന്നും കൂടി ഒന്ന് ആലോചിക്കാൻ പാടില്ലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരുപാട് വട്ടം ആലോചിച്ചു ഗിരിയേട്ട, അന്നേരമൊക്കെ ഞാൻ നന്ദനോട് ക്ഷമിച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ എനിക്ക് അതിന് സാധിക്കില്ല, ഞാൻ ആ ഹോം സ്റ്റേയിൽ വെച്ച് നന്ദുവിനെയും ഇസബല്ലേനെയും നേരിട്ട് കണ്ടതല്ലേ, ഗിരിയേട്ടനും കൂടെ ഉണ്ടായിരുന്നല്ലോ, പിന്നെ എന്താ ഗിരീഷേട്ടൻ ഇങ്ങനെ പറയണേന്ന് ചോദിക്കുമ്പം അതല്ല ദേവിക, മനുഷ്യന്മാരല്ലേ
തെറ്റുകൾ പറ്റൂലോ, നമ്മളത് ക്ഷമിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു ജീവിതമല്ലേ എന്ന് പറയുമ്പം, ഇല്ല ഗിരീഷേട്ടാ, ഇനി അങ്ങനെ ഒരു കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്യുന്ന പരിപാടി എനിക്കില്ല. എന്തായാലും നന്ദുവിനെ ഈ കേസിൽ നിന്നും രക്ഷപ്പെടുത്തണ വരെ ഞാൻ നന്ദുവിൻ്റെ കൂടെ തന്നെ നിൽക്കും. ഇനി ഗിരീഷേട്ടനെ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ടെന്ന് പറയണു. പിന്നീട് ദേവികയാണെങ്കിൽ വീട്ടിൽ വന്നിറങ്ങിയതും ശാരിക ഈ ദേവികയെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ ദേവികേനെ കണ്ടതും ചേച്ചി പോയിട്ട് എന്തായി, നന്ദേട്ടൻ എങ്ങനെയുണ്ട്, പനി കൂടുതലാണോ എന്നൊക്കെ ചോദിക്കുമ്പം കുഴപ്പമൊന്നുമില്ല ശാരി, മരുന്ന് കൊടുത്തപ്പം നന്ദുവിൻ്റെ പനിയൊക്കെ കുറഞ്ഞിട്ടുണ്ട്, ഇനി എത്ര ദിവസം കൂടി നന്ദേട്ടൻ അവിടെ നിൽക്കണം ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും പറയാറായിട്ടില്ല. എന്തായാലും ഹരിയങ്കിൾ തീരുമാനിക്കണ പോലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണം. ഇപ്പം നിലവിൽ പ്രശ്നമൊന്നുമില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ CP നെയാണ്. CP ആണെങ്കിൽ കാർ ഓടിച്ച് പോണ സമയത്ത് ഈ അരുന്ധതി CPയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. CP ഫോൺ എടുത്തതും മേഡാലോ വിളിക്കണേന്ന് പറഞ്ഞ് വേഗം തന്നെ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്താ ഈ CP പോയ കാര്യം നടന്നു എന്ന് ചോദിക്കുമ്പം എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടന്നു മേഡം, ഋഷി കയറിപ്പോയി, ഇനി യാതൊരു പ്രശ്നവും എന്ന്. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, എന്തായാലും ഋഷി അവിടെ ചെന്നതിന് ശേഷം നമ്മൾ ഇസബല്ലേനെയും കെവിനെയും ഒന്ന് സൂക്ഷിക്കണം, അവർ അപകടകാരികളാവും, ഇനിയിപ്പോൾ നമ്മളുടെ സഹായം ഇല്ലയെന്ന് കാണുമ്പം അവരെന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ CP പറയുന്നുണ്ട്, അതൊന്നോർത്ത് മേഡം ടെൻഷൻ ആവണ്ട, അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം, ഋഷിമോൻ എന്തായാലും ഈ കുരുക്കിന്ന് രക്ഷപ്പെട്ടല്ലോ, നമുക്കത് മതിയില്ലേ എന്ന്. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, അത് CP പറഞ്ഞത് നേരാ, ഇനിയും അവനിവിടെ നന്നെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളായേനേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ എസ്തപ്പാനും ചേട്ടത്തിയും കൂടി നന്ദനോട് ഭക്ഷണം കഴിക്കാൻ എഴുന്നേക്കാൻ പറഞ്ഞ് എഴുന്നേൽപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് എസ്തപ്പാൻ ചോദിക്കുന്നുണ്ട്, ദേവിക മോള് വന്ന് പോയതോടുകൂടി നന്ദസാറിൻ്റെ ക്ഷീണമൊക്കെ മാറിയല്ലോ, ഇപ്പം അസുഖമൊക്കെ പമ്പ കിടന്നതുപോലെയല്ലോ എന്ന് പറയുമ്പം എനിക്ക് ദേവീനെ കണ്ടപ്പോൾ തന്നെ പകുതി സമാധാനമായി എസ്തപ്പാൻ ചേട്ടാ. ദേവിയെ ഞാൻ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞങ്ങൾ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ദേവി എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുമെന്ന് തന്നെ എൻ്റെ പ്രതീക്ഷ എന്ന് പറയുമ്പോൾ എസ്തപ്പാൻ പറയുന്നുണ്ട്, അതൊന്നും ഓർത്ത് നന്ദൻ സാറ് ടെൻഷൻ ആവണ്ട, അധികം വൈകാതെ തന്നെ ദേവിക മോൾക്ക് സത്യങ്ങളൊക്കെ ബോധ്യപ്പെടും, അതോടുകൂടി നിങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നവും തീരുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതിനെ സിദ്ധാർത്ഥനെയാണ്. പ്രഭാവതിയാണെങ്കിൽ സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്, ദേവിക പോയിട്ട് വിളിച്ചില്ലല്ലോ സിദ്ധു ഒന്ന് വിളിച്ചു നോക്കിക്കുക, നന്ദന എങ്ങനെയുണ്ടെന്ന് അറിയാലോ എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ദേവിക വിളിക്കാതിരിക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ എന്നാലും സിദ്ധു ഒന്ന് വിളിച്ചു നോക്ക് സിദ്ധു എന്ന് പറയണം. അങ്ങനെ പ്രഭാവതിയുടെ നിർബന്ധത്തിന് സിദ്ധാർത്ഥനാണെങ്കിൽ ഫോൺ എടുത്ത് ദേവികയെ വിളിക്കുന്നുണ്ട്. ദേവിക ഫോൺ എടുത്തത്, മോളെ നീ പോയിട്ട് എന്തായി, നന്ദുവിന് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ നന്ദുവിന് കുഴപ്പമൊന്നുമില്ല അച്ഛാ, പനി മാത്രമേ ഉള്ളൂ, ഞാനതിന് മരുന്ന് കൊണ്ടേ കൊടുത്തു, ഭക്ഷണവും കഴിച്ച് മരുന്നും കഴിച്ചതും നന്ദൻ്റെ പനി കുറഞ്ഞിട്ടുണ്ട്, ഇനി പേടിക്കാനൊന്നുമില്ല. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഇവിടെ പ്രഭയാണെങ്കിൽ ആകെ ടെൻഷനില്ല, നന്ദന് പനിയാന്നും പറഞ്ഞ് പ്രഭയ്ക്ക് ഉറക്കമില്ല എന്ന് പറയുമ്പം ഈ ദേവിക പറയുന്നുണ്ട് അമ്മയ്ക്ക് ഫോൺ കൊടുക്കാൻ. അങ്ങനെ പ്രഭാവതിക്ക് ഫോൺ കൊടുത്തതും ദേവിക പ്രഭയോട് പറയുന്നുണ്ട്, അമ്മ ടെൻഷൻ ആവുമൊന്നും വേണ്ട, നന്ദന് ഒരു കുഴപ്പമില്ല, ഞാൻ മരുന്നും ഭക്ഷണമൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്, പനിയൊക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്, നാളെയും കൊണ്ട് പനിയൊക്കെ മാറി നന്ദു ഉഷാറാവും, അതോർത്ത് അമ്മ ടെൻഷൻ ആവുമൊന്നും വേണ്ട. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട്, മോളെ ഞാൻ ഇതിനൊക്കെ മോളോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ എന്തിനാ അമ്മ എന്നോട് നന്ദി പറയണം, ഇതൊക്കെ എൻ്റെ ഉത്തരവാദിത്തം അല്ലേ എന്നും ചോദിച്ച് ദേവിക ശരി അമ്മയെന്നും പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഇസബെല്ലയും കെവിനും ആർക്കൊക്കെയോ ഫോൺ വിളിക്കുന്നുണ്ട്. എന്നിട്ട് എന്താ ഈ കാര്യങ്ങളെന്ന് ചോദിക്കുമ്പോൾ വിളിച്ച ആൾ പറയുന്നുണ്ട്, എല്ലാം മേഡം പറഞ്ഞതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി ഒന്നും പേടിക്കാനില്ല മേഡമെന്ന്. അങ്ങനെ ഇസബെല്ല കെവിനോട് പറയുന്നുണ്ട്, ദേവിക വിചാരിച്ചിരിക്കുന്നത് അവൾക്ക് മാത്രമേ ബുദ്ധി ഉള്ളൂ എന്നാ, പക്ഷേ അവളെക്കാളും ബുദ്ധി നമുക്കുണ്ടെന്ന് ഇന്ന് അവൾക്ക് മനസ്സിലാവും, എന്തായാലും എല്ലാവരും ചേർന്ന് നമ്മളെ ചതിക്കാനല്ലേ നോക്കിയത്, അതിനുള്ള തിരിച്ചടി തന്നെ നമ്മൾ കൊടുക്കുമെന്ന്. ആ സമയത്ത് കെവിൻ ചോദിക്കുന്നുണ്ട്, നന്ദനെ നീ ശരിക്കും എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കണേന്ന് ചോദിക്കുമ്പം അതൊന്നും തൽക്കാലം നിന്നോട് പറയണില്ല, നിനക്കത് കേട്ടിട്ടുണ്ടെങ്കിൽ വിഷമാവും, അതുകൊണ്ട് ഞാനെല്ലാം റെഡിയാക്കിയതിന് ശേഷം നിന്നോട് പറഞ്ഞോളാന്ന്. പിന്നീട് നമ്മളുടെ ദേവികയും ശാരികയും കിടന്നുറങ്ങുന്ന സമയത്ത് ദേവികയുടെ ഫോണാണെങ്കിൽ നല്ലോണം ബെല്ലടിക്കുന്നുണ്ട്. ഈ അർദ്ധരാത്രിയിൽ ആരായിരിക്കും ഫോൺ വിളിക്കണേന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ശാരിക ഉറക്കം തെളിഞ്ഞിട്ട് ചേച്ചിയുടെ ഫോൺ ബെല്ലടിക്കണമെന്ന് പറഞ്ഞതും ദേവികയും സൗണ്ട് കേട്ട് അപ്പോഴേക്കും എഴുന്നേൽക്കുന്നുണ്ട്. അങ്ങനെ ദേവിക വേഗം തന്നെ ഫോൺ എടുത്ത് നോക്കിയതും എസ്തപ്പാനാന്ന് കണ്ടിട്ട്, എസ്തപ്പാൻ ചേട്ടനാണല്ലോ, ഈ സമയത്ത് എന്തിനായിരിക്കും എസ്തപ്പാൻ ചേട്ടൻ വിളിക്കണേ, ഇനി നന്ദുവിന് പനി കൂടിയിട്ടായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ശാരിക പറയുന്നുണ്ട്, ചേച്ചി എന്ത് നോക്കിയിരിക്കുക, ഫോൺ അറ്റൻഡ് ചേച്ചി എന്ന് പറഞ്ഞതും ദേവിക വേഗം തന്നെ എസ്തപ്പാൻ ചേട്ടനാന്നും പറഞ്ഞ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്താ എസ്തപ്പാൻ ചേട്ടാ ഈ നേരത്ത് വിളിക്കണേ എന്താന്ന് ചോദിക്കുമ്പോൾ, മോളെ ഒരു അബദ്ധം പറ്റി, ഞാൻ എസ്തപ്പാനല്ല, ഞാൻ ചേട്ടത്തിയ, എസ്തപ്പാൻ ഇവിടെ
കുറേ പേര് വന്ന് തല്ലി അവശതയാക്കിയിട്ടിട്ട് നന്ദനയും കൊണ്ട് പോയിന്ന്. അത് കേട്ടതും ദേവിക ചോദിക്കുന്നുണ്ട്, എന്താ പറയണേ, എങ്ങനെ സംഭവിച്ചു അത്, എനിക്കിത് വിശ്വസിക്കാൻ പറ്റണില്ല. അവിടെ അങ്ങനെ ആരാ വന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല മോളെ, എസ്തപ്പാനാണെങ്കിൽ ഇവിടെ വയ്യാതെ കിടക്കുവാന്ന് പറയുന്നു. ആ സമയത്ത് ദേവിക വേഗം തന്നെ ഞാനിപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ശാരിക ചോദിക്കുമ്പം നന്ദനെ ആരോ കടത്തിക്കൊണ്ട് പോയി എന്നാ പറഞ്ഞേ. എനിക്കറിയില്ല ചേച്ചി, ആരായിരിക്കുമോ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ ഒന്നും അറിയില്ല ശാരി, ഇന്ന് ഞങ്ങൾ പോയി വന്നപ്പോൾ പോലും ഒരു പ്രശ്നം ഉണ്ടായില്ല. പിന്നെ അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. എത്രയും പെട്ടെന്ന് എനിക്ക് അവിടം വരെ പോകണമെന്നും പറഞ്ഞ് ഈ ദേവിക വെപ്രാളപ്പെടുമ്പോൾ ശാരിക പറയുന്നുണ്ട്, എന്നാൽ ചേച്ചി മുരളിയേട്ടനെ വിളിക്കുന്നത്. അങ്ങനെ ദേവിക വേഗം തന്നെ ഫോൺ എടുത്ത് മുരളിക്ക് വിളിക്കുന്നുണ്ട്. മുരളി കോൾ എടുത്തതും എന്താ ദേവിക ഈ നേരത്തെ വിളിക്കണേന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകണം, മുരളിയേട്ടൻ വേഗം റെഡിയായി വീട്ടിലോട്ട് വാന്ന് പറയുന്നു. ഇതേസമയം മുരളിയോട് ഗൗരി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആരാ മുരളിയേട്ട ഇപ്പോൾ വിളിക്കണേന്ന് ചോദിക്കുമ്പം ദേവികയെ വിളിച്ച് എന്താ ഇപ്പോൾ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അത് വേറെ ഒന്നുമല്ല, ദേവികയ്ക്ക് അത്യാവശ്യമായിട്ട് എവിടെയോ പോകണം, എന്നോട് ചെല്ലാനാ പറഞ്ഞ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും അറിയില്ല, ചെല്ലാനേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് മുരളിയാണെങ്കിൽ വേഗം തന്നെ റെഡിയായി കാറുമായിട്ട് ഇറങ്ങുന്നുണ്ട്. പിന്നീട് ദേവികയുടെ വീട്ടിൽ വന്നതും ദേവിക റെഡിയായി ഇറങ്ങിയ സമയത്ത് ശാരിക പറയുന്നുണ്ട്, ചേച്ചി ഞാനും കൂടി വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട ശാരി, ഇവിടെ അച്ഛനും അമ്മയും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, നീയും കൂടെ വന്നാൽ അവർ പേടിക്കും, നീ ഇവിടെ നിൽക്ക്, ഞാനും മുരളിയേട്ടനും പോയിട്ട് വരാമെന്നും പറഞ്ഞ് ഇവർ വേഗം പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ എസ്തപ്പാൻ്റെ വീട്ടിലോട്ട് മുരളി കാറ് കയറ്റി നിർത്താണ്. അങ്ങനെ കാറ് നിർത്തിയതും ദേവികയാണെങ്കിൽ ഇറങ്ങി ഓടുന്നുണ്ട്. ഓടി അകത്തേക്ക് ചെന്നതും നമ്മളുടെ എസ്തപ്പാനാണെങ്കിൽ തലയിൽ ചോരയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കണ ഒരു കാഴ്ചയാണ് കാണുന്നത്. അത് കണ്ടതും ദേവിക പേടിയോടുകൂടി എന്ത് പറ്റി എസ്തപ്പാൻ ചേട്ടാ, നന്ദന എവിടെയാ, നന്ദു എവിടെയാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ആ ചേട്ടത്തി പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മക്കളെ പറ്റിപ്പോയി, ആരോ വന്ന് ഇവിടെ ബഹളം ഉണ്ടാക്കി വാതിലൊക്കെ തല്ലി പൊളിച്ച് എസ്തപ്പാനെയും ഉപദ്രവിച്ചിട്ട് നന്ദനയും കൊണ്ട് പോയിരുന്നു. അത് കേട്ടതും മുരളി ചോദിക്കുന്നുണ്ട്, എന്താ സംഭവിച്ചത്, ആരാ കൊണ്ടുപോയെന്ന് ചോദിക്കുമ്പം ആ ചേട്ടത്തിയാണെങ്കിൽ കുറച്ച് പേര് വന്ന് അവിടുത്തെ ഗ്രില്ലൊക്കെ അടിച്ചു പൊളിച്ചിട്ട് നന്ദന എവിടെയാണെന്ന് ചോദിച്ചാൽ അകത്ത് കയറി നന്ദനെ പിടിച്ചുകൊണ്ടാകാൻ തുടങ്ങിയതും ആ സമയത്ത് എസ്തപ്പാൻ ചെന്ന് അവർ തടഞ്ഞപ്പം അവരുടെ കയ്യിലുള്ള ആയുധം വെച്ച് എസ്തപ്പാനെ വെട്ടിയതും എസ്തപ്പാൻ്റെ തലയും കൈയൊക്കെ മുറിഞ്ഞതും അതുപോലെ തന്നെ നന്ദനെ ഒരു ബലമായിട്ട് കൈയും കാലും കെട്ടി പിടിച്ചുകൊണ്ടുപോയ കാര്യമൊക്കെ ആ ചേട്ടത്തി പറയുന്നുണ്ട്. അത് കേട്ടതും ദേവികയും മുരളിയാണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട്. എന്നിട്ട് മുരളി ചോദിക്കുന്നുണ്ട്, അവർ നന്ദനെ എങ്ങോട്ടാണ് കൊണ്ടുപോയത്, അവരാരാന്നെങ്ങാനും ചേട്ടത്തിക്ക് അറിയുമെന്ന് ചോദിക്കുമ്പം എനിക്ക് ഇതിനു മുമ്പ് അവരെ കണ്ടുപരിചയമൊന്നുമില്ല, ഇതിനു മുമ്പ് ഒരു ഭിക്ഷക്കാരനെ കൂട്ട് ഒരാളിവിടെ 1-2 പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ കൂടെ അയാളും ഉണ്ടായിരുന്നു. അത് കേട്ടതും ദേവിക പറയുന്നുണ്ട്, അപ്പോൾ ഇത് ശരിക്കും പ്ലാൻ ചെയ്ത് തന്നെ നടത്തിയേക്കണേ, എന്തായാലും ഇതിൻ്റെ പിന്നിൽ അരുന്ധതി മേഡം തന്നെയായിരിക്കും. എന്നിട്ട് എസ്തപ്പാൻ്റെ അടുത്തേക്ക് വരുമ്പം എസ്തപ്പാനാണെങ്കിൽ ആകെ വയ്യാത്ത രീതിയിൽ കിടക്കാണ്. എസ്തപ്പാനോട് ദേവിക ചോദിക്കുന്നുണ്ട്, എസ്തപ്പാൻ ചേട്ടനെ അവരെ ആരെങ്കിലും അറിയുമെന്ന് ചോദിക്കുമ്പം ഇല്ല മോളെ, എനിക്ക് അവരെ ആരെയും അറിയില്ല എന്ന് പറയണു. അത് കേട്ടതും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദേവിക ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.